നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനും ഉന്നതങ്ങളായ മാനുഷിക മൂല്യങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി അനവരതം പോരാടുകയും ജീവത്യാഗം വരെ വരിക്കുകയും ചെയ്ത കർമ്മയോഗികളുടെയും ധീരരക്തസാക്ഷികളുടെയും വീരസ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. മദ്യം നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന മാരകവും വ്യാപകവുമായ ആഘാതത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. മദ്യം, കഞ്ചാവ് തുടങ്ങിയവയ്ക്കെതിരെ പോരാടേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നുമുള്ള എൻ്റെ വാക്കുകൾ ഇവിടെ ആവർത്തിക്കുന്നു. മാത്രമല്ല, ജീവിതാവസാനം വരെ മഹാതിന്മകൾക്കെതിരെ എൻ്റെ ആരോഗ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയും അർത്ഥലബ്ധിയുടെയും അവസരങ്ങളുടെയും അർഹമായ പങ്ക് കുടുംബകാര്യങ്ങൾക്കെന്നതിലുപരി ഗൗരവത്തോടെ നീക്കിവെച്ചുകൊണ്ടുള്ള എൻ്റെ പോരാട്ടം തുടരുമെന്ന പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ സലാഹുദ്ദീൻ മദനി, അതുപോലെ ബഹുമാന്യനായ MLA ഡോക്ടർ KT ജലീൽ തുടങ്ങി, ഹുസൈൻ മടവൂർ സാഹിബ് തുടങ്ങി പരിചിതരും അപരിചിതരുമായ അതിഥികളും ആതിഥേയരുമായ പ്രഭാഷകരും ശ്രോതാക്കളുമായ ആ സ്ത്രീ പുരുഷ ആബാലവൃദ്ധം ആത്മബന്ധുക്കളെ നമസ്കാരം. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ എന്നും അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ എന്നും ദയാനിധിയായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദയാനിധിയായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്നുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ആരംഭിക്കട്ടെ. എനിക്ക് തന്ന കത്തിൽ അരമണിക്കൂറാണ് കാണിച്ചത്. ഇവിടെ വന്നപ്പോൾ 25 മിനിറ്റാണ്. ഇനി 20 മിനിറ്റ് ആകേണ്ട ലക്ഷണവുമുണ്ട്. അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് സമയം ശ്രദ്ധിക്കണമെന്ന്. ഇൻഷാ അല്ലാഹ് സാധിക്കട്ടെ. ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല. എനിക്ക് തന്നതുപോലെ വിഷയസൂചന ഓരോരുത്തർക്കും പ്രത്യേകം കൊടുത്തിരുന്നു എന്ന് ഞാൻ അറിയില്ല. ഏതായാലും എൻ്റെ വിഷയം സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗം ഞാൻ കേൾക്കാത്തത് കൊണ്ട് അവർക്കൊക്കെ വെവ്വേറെ വിഷയം കൊടുത്തു എന്ന് ധരിക്കട്ടെ. ISM എന്നുള്ള വാക്കിൻ്റെ അബ്രീവിയേഷന് ഞാനൊരു പുതിയ വിപുലീകരണം കൊടുക്കട്ടെ. ഇസ്ലാമിക് സ്ട്രൈക്ക് മൂവ്മെൻറ്റ്, അതായത് ഇസ്ലാമിൻ്റെ ജിഹാദിൻ്റെ യുവജന പ്രസ്ഥാനം. നിങ്ങളത് ഏറ്റെടുക്കണം. ഒരുപാട് മുസ്ലിം സംഘടനകളില്ലേ ഇവിടെ. ഞാൻ എൻ്റെ അങ്ങനെ ഒരു പ്രസംഗം എനിക്ക് മനസ്സിൽ എഡിറ്റ് ചെയ്യാൻ നേരം കിട്ടിയിട്ടില്ല. എന്നാലും അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖുണ്ട് ഓർമ്മയിലുള്ള കാര്യങ്ങൾ രജുവായി പറയാൻ. അത് നിങ്ങൾക്ക് ഇഷ്ടകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ISM നിങ്ങളുടെ മുദ്രാസൂക്തം എന്താണ്? മുദ്രാവാക്യമെന്ന് ഞാൻ പറയുന്നില്ല. ISMൻ്റെ മുദ്രാസൂക്തം യുവത നന്മയ്ക്ക് നവോത്ഥാനത്തിന്. എന്താണ് നന്മ? നന്മ എന്നുള്ള പ്രാർത്ഥനയിലെ അടിസ്ഥാനപരമായ ആശയമൂലമാണ് നന്മ. ശപിക്കപ്പെട്ട പിശാചിൻ്റെ പിടിയിൽ നിന്നും പരമരക്ഷകനായ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാനുള്ള പ്രാർത്ഥന. അസതോമാ സദ്ഗമയ, അസത്തിൽ നിന്ന് സത്തിലേക്ക് കൊണ്ടുപോയാലും തമസ്സോമാ ജ്യോതിർഗമയ, തമസ്സിൽ നിന്ന് ജ്യോതിസിലേക്കും മൃത്യോർമാ അമൃതംഗമയ. പക്ഷേ ഇരുട്ടിൽ നിന്ന് നാം കൂരിരുട്ടിലേക്കും, അതുപോലെ നന്മയിൽ നിന്ന് മഹാതിന്മയിലേക്കും, മൃത്യുവിൽ നിന്ന് അപമൃത്യുവിലേക്കും പോവുകയാണ്. ആരുണ്ട് ഇതിനെ തടയാൻ? ഇതിനെ തടയാൻ ഈ ലോകത്ത് അവസാനമായി അള്ളാഹുവിൻ്റെ പ്രവാചകനാൽ ആഹ്വാനം ചെയ്യപ്പെട്ട സമൂഹത്തിൻ്റെ പ്രതിനിധികളല്ലേ നിങ്ങൾ? എൻ്റെ വാക്കുകൊണ്ട് നിങ്ങളെ മധുരമായ അപദാനങ്ങളിലൂടെ ആകർഷിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ വിമർശനങ്ങളിലൂടെ നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു ആത്മവിമർശനത്തിൻ്റെ അവസരമാണ്. ആത്മവിമർശനം. ഇയ്യച്ചേരി കുഞ്ഞികൃഷ്ണൻ എങ്ങനെയാണ് മുസ്ലിങ്ങളോട് ആത്മവിമർശനം നടത്തുക? ഞാൻ നിങ്ങളെ ആത്മബന്ധുക്കളെ എന്ന് വിളിച്ചത് ബോധപൂർവമാണ്. ആരും സംബോധന ചെയ്യാത്ത രീതിയാണ്. കേരളത്തിലെ സർവമത സാഹോദര്യങ്ങൾക്ക് നിദാനമായ ആധ്യാത്മിക ഏറ്റവും വലിയ ചൈതന്യത്തിൻ്റെ രൂഢമൂലമായ ഭക്തിസാന്ദ്രമായ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത വാഗ്ഭടാനന്ദ ഗുരുദേവൻ്റെ ഒരു എളിയ ശിഷ്യനാണ് ഞാൻ. അതായത് ക്ഷേത്രാരാധനയെ അനുകൂലിക്കാത്ത ദൈവാരാധനയെ വിശ്വസിക്കുന്ന ഒരു പ്രവർത്തകൻ. അതാണ് ആത്മവിദ്യ. നിങ്ങളും ഞാനും ആത്മാവിൽ ബന്ധുക്കളാണ്. വിശദീകരിക്കാൻ നേരമില്ല. ഖുർആൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, കാനന്നാസുമ്മത്തും വാഹിദ.
വരെ. അതാണ് ആത്മബന്ധുത്വത്തിൻ്റെ നിദാനം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ വളരെ പരിണിതപ്രജ്ഞരാണ്. പണ്ഡിത സമ്മിളിതമാണ് ഈ സദസ്സ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ ഒരു വാക്യത്തിൻ്റെ പരമമധുരമായ ഒരു വ്യാഖ്യാനം നൽകിയത് ഇൽമിൻ്റെ പ്രകാശത്തിൽ മാനവരാശിയെ തൗഹീദിലൂടെ നടത്തിച്ച് അള്ളാഹുവിൻ്റെ അള്ളാഹു എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നവനാണ് മതപണ്ഡിതൻ. ഖുർആൻ 1000 വട്ടം കൃതിസ്ഥമാക്കിയിട്ട് കാര്യമില്ല. അതിന് ഒരു തൗഫീഖുള്ള ആളായിരിക്കണം മതപണ്ഡിതൻ. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഉസ്താദാണ്, ഗുരുനാഥൻ. ISMന് KNMന് എത്ര ഗുരുനാഥന്മാരുണ്ട്? ജമാഅത്തെ ഇസ്ലാമിക്ക് 2 സുന്നിക്ക്, മറ്റേ മുജാഹിദിന്, അഹമ്മദിയ പ്രസ്ഥാനത്തിന് ഒക്കെ ആചാര്യന്മാരില്ലേ? കണ്ണൂരിൽ എനിക്കൊരു ഭാഗ്യം കിട്ടിയിരുന്നു. ഒരു ഖുർആൻ്റെ ക്ലാസിൻ്റെ ഉദ്ഘാടനം UGCയുടെ ഒരു ക്ലാസ്സാണ്. കണ്ണൂരിലെ ആത്മബന്ധുക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അറിയാം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു. കേരളത്തിൽ മുസ്ലിമിനെ കണ്ടാണ് മറ്റുള്ളവർ പഠിക്കാൻ പോകുന്നത്. അവസാനത്തെ ആഹ്വാനത്തിൻ്റെ കേന്ദ്രീകൃതവും ക്രോഡീകൃതവുമായ ഗ്രന്ഥമാണ് ഖുർആൻ. നിങ്ങൾ വഴിപിഴച്ചാൽ ആളുകൾ പറയും, എടാ മാപ്പിള കുടിക്കുന്നില്ല, പിന്നെ ഉമ്മക്ക് കുടിച്ചൂടെ? മാപ്പിള കുടിക്കരുത്. ഇസ്ലാം വഴികാട്ടിയായിരിക്കണം. അതിന് സാധിക്കാത്തവർ ഇസ്ലാമികളല്ല. ISM എന്നും KNM എന്നൊക്കെ പേര് പറഞ്ഞതുകൊണ്ടായില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നതാണ്, നിങ്ങൾ ആകുമോ ഭവന്മാർക്കു നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ? ആ ചോദ്യത്തിന് ഞാൻ പറയുന്നു, ആകണം ഭവന്മാർക്കു നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ. എങ്ങനെ? അതാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ ഏറ്റവും വലിയ ലോകത്തോട് വിളിച്ചു പറയണം, ഞാൻ മുജാഹിദാണെന്ന്. മുജാഹിദാകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏറ്റവും അധികം ത്യാഗം സഹിക്കുന്നതിൽ മുമ്പനാണ് മുജാഹിദ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം സഹിച്ചവർ എത്ര പേരെന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ടോ? ഞാൻ നേരത്തെ ഡോക്ടർ രാജശേഖരൻ പരിചയപ്പെടുത്തിയില്ലേ? 28 വർഷമായി ഞാൻ മദ്യത്തിനും ലഹരിക്കുമെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭൂമികയിലാണ്. എൻ്റെ നേതൃത്വത്തിലല്ല, എൻ്റെ പൂർവികന്മാരുടെ നേതൃത്വത്തിൽ. 28 കൊല്ലമായിട്ട് കുഞ്ഞീഷൻ മാഷേ, നിങ്ങളിങ്ങനെ പോരാടിയിട്ട് എന്ത് ഫലമുണ്ടായി? അതിൻ്റെ ഉത്തരം നൂഹ് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ കഥ എന്ത് പറയാനാ? എന്നാലും ഞാനിതിങ്ങനെ തുടരുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ ഗ്രന്ഥം ഭാരതത്തിൽ ഹിന്ദുവിൻ്റെ ആദിഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം, ഒരു യുദ്ധഭൂമിയിൽ വെച്ചുള്ള സംവാദ രൂപത്തിൽ അവതീർണമായ ഗ്രന്ഥം ഭഗവത്ഗീത. അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ പദമാണ് ധർമ്മം. പക്ഷെ ധർമ്മം എന്താണെന്നുള്ള ചോദ്യത്തിന് ആചാര്യന്മാർക്ക് ഉത്തരമില്ല. അവർ പറയുന്നത് ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ, അതെവിടെ ഒളിഞ്ഞു കിടക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ധർമ്മത്തിലേക്ക് പോവുക? മഹാജനങ്ങൾ പോയ വഴിയെ പോവുക. അതുകൊണ്ടാണ് ഖുർആൻ എല്ലാ പ്രവാചക പരമ്പരയെയും അംഗീകരിക്കാൻ നിങ്ങളോട് പറയുന്നത്. മഹാജനം യേനഗതസബന്ധ, ഇസ്ലാമിന് അവസാനമായി വഴി കാണിച്ചു തന്ന ആ മഹാജന പരമ്പരയിലെ അവസാന നായകനാരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. മിലാദി ഷരീഫിന് പർവ്വത പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, 1000 ആരാധകരെക്കാൾ ചെകുത്താൻ പേടിക്കുക ഒരു പണ്ഡിതനെയാണ്, അറിവുള്ളവനെയാണ്. പക്ഷേ അറിവുള്ള എല്ലാ തരക്കാരെയും റസൂൽ തരംതിരിച്ചിട്ടുണ്ട്. അള്ളാഹു ധനവും അറിവും കൊടുത്തവൻ, അള്ളാഹു ധനം മാത്രം കൊടുത്തവൻ, അള്ളാഹു അറിവ് മാത്രം കൊടുത്തവൻ, അള്ളാഹു ഒന്നും കൊടുക്കാത്തവൻ. ഈ കൂട്ടത്തിൽ ആരിലൊക്കെ യോഗ്യന്മാരുണ്ട്? ഒരൊറ്റ ആളാണ് യോഗ്യൻ, അറിവിൻ്റെ കരുത്തനുസരിച്ച് കർമ്മം ചെയ്യുന്നവൻ. എന്ന് പറഞ്ഞാൽ ജ്ഞാനകാണ്ഡവും കർമ്മകാണ്ഡവും സമന്വയിപ്പിക്കുന്നവൻ. എന്ന് പറഞ്ഞാൽ ജ്ഞാനകാണ്ഡത്തിൻ്റെ ജ്ഞാനകാണ്ഡവും കർമ്മകാണ്ഡവും കൂടിച്ചേരുമ്പോൾ അയാൾ ആരാകുന്നു? ജ്ഞാനകർമ്മ സന്യാസയോഗി. ഗീത പറഞ്ഞ ജ്ഞാനകർമ്മ സന്യാസയോഗി. ഈ ജ്ഞാനകർമ്മ സന്യാസയോഗിയുടെ ജീവിതം ആർക്ക് വേണ്ടിയായിരിക്കും സമർപ്പിക്കുക? അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കും. അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവൻ ദുനിയാവിൻ്റെ രക്ഷ ഏറ്റെടുക്കുന്നവനാണ്.
അതുകൊണ്ടാണ് ദീനിൻ്റെ പരിരക്ഷ ദുനിയാവിൻ്റെ രക്ഷ എന്ന മഹാവാക്യമുണ്ടായത്. ദീൻ ധർമ്മമാണ്, നിലനിർത്തുന്നതാണ്.